നമസ്കാരം. ജില്ലയിൽ ബി.ജെ.പി. ഭരണത്തിലുള്ള ഏക പഞ്ചായത്തായ കരവാരത്ത് ഭരണസമിതിയുടെ പിടിപ്പുകേടും കെടുകാര്യസ്ഥതയും ഗുരുതര വീഴ്ചയും ചൂണ്ടിക്കാട്ടിയുള്ള ഓഡിറ്റ് വിഭാഗത്തിന്റെ ഒരു അവലോകനം പുറത്തു വന്നിട്ടുണ്ട്. പഞ്ചായത്ത് ഭരിക്കുമ്പോഴേ ഇങ്ങനെ, ഒരു സംസ്ഥാനമാണ് ഇവർ ഭരിക്കുന്നതെങ്കിൽ കാര്യങ്ങളൊന്നും പറയാതിരിക്കുന്നതാണ് ഭേദം. അമ്മാതിരി അഴിമതിയും ക്രമക്കേടുമാണ് അവർ അവിടെ കാണിച്ചു കൂട്ടിക്കൊണ്ടിരിക്കുന്നത്. പഞ്ചായത്ത് പ്രസിഡന്റിന്റെയും സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാന്റെയും കെടുകാര്യസ്ഥതയിലും പ്രതിഷേധിച്ച് വൈസ് പ്രസിഡന്റ് അടക്കം 2 ബി.ജെ.പി. അംഗങ്ങൾ രാജിവെച്ച ഒഴിവിലേക്ക് ഉപതെരഞ്ഞെടുപ്പ് നടക്കുന്ന സാഹചര്യത്തിലാണ് ഭരണസമിതിക്കെതിരെയുള്ള ഈ അവലോകനം. 2022-23 സാമ്പത്തിക വർഷം ഓണക്കാലത്ത് പഞ്ചായത്തും സ്വകാര്യ ഏജൻസിയും ചേർന്ന് നടത്തിയ ഹരിതഹൃദയം ഫെസ്റ്റിന്റെ വരവ് ചെലവ് കണക്കുകൾ ഭരണസമിതിയുടെ അംഗീകാരത്തിന് ഇതുവരെ വിധേയമാക്കിയിട്ടില്ല. ഫെസ്റ്റ് സംഘടിപ്പിക്കുന്നതിനാവശ്യമായ ലൈസൻസോ വകുപ്പുകളുടെ അനുമതിയോ കരസ്ഥമാക്കിയിട്ടില്ല എന്നതാണ് ആദ്യത്തെ ആരോപണമായി ഉയർന്നു വന്നിട്ടുള്ളത്. ഇതിന്റെ നടത്തിപ്പിന് വേണ്ടി 9,961 കൂപ്പണുകൾ അച്ചടിച്ച് വിതരണം ചെയ്തതിന്റെ രേഖകൾ ഉണ്ടെങ്കിലും വരവ് ചെലവ് കണക്കുകൾ ഭരണസമിതി അംഗീകാരത്തിന് ഇതുവരെ ലഭ്യമാക്കിയിട്ടില്ല എന്നുള്ളതാണ് ഒരു വസ്തുത. ആധുനിക അറവുശാല നിർമ്മാണത്തിന് ജില്ലാ പഞ്ചായത്ത് 1 കോടി മുടക്കി കെട്ടിടവും ഉപകരണങ്ങൾക്ക് 50 ലക്ഷവും ലഭ്യമാക്കിയിട്ടും പഞ്ചായത്ത് അടുത്ത നടപടികൾ ചൂടോടെ കൈക്കൊള്ളാതിരിക്കുകയും സംസ്ഥാന സർക്കാർ കൊടുത്തിരിക്കുന്ന പ്ലാൻ ഫണ്ട് പഞ്ചായത്ത് തന്നെ തടയിട്ട് അതിനെ നഷ്ടപ്പെടുത്തുകയും ചെയ്തതിനെയാണ് ഓഡിറ്റ് ഗുരുതരമായി വിലയിരുത്തുകയും അടിയന്തര നടപടികൾ സ്വീകരിച്ച് പ്രവർത്തനങ്ങൾ ആരംഭിക്കാത്തത് കൊണ്ട് സർക്കാർ തലത്തിൽ നടപടി സ്വീകരിക്കുന്നതിന് ശുപാർശ ചെയ്യുമെന്നും അവലോകനത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു. ജില്ലാ പ്ലാനിംഗ് സമിതിയുടെ അംഗീകാരവും ഫണ്ടും ലഭിച്ച വഞ്ചിയൂർ കട്ടപ്പറമ്പ് പാടശേഖരത്തിലെ ലിഫ്റ്റ് ഇറിഗേഷൻ പദ്ധതി തുടർ പ്രവർത്തനങ്ങൾ നടത്താതെ ഉപേക്ഷിച്ചു കളഞ്ഞത് ഗുരുതരമായ വീഴ്ചയായി ഓഡിറ്റ് വ്യക്തമാക്കുന്നുണ്ട്. 2020-21 വർഷം കിട്ടിയ 1 കോടി രൂപ ചെലവഴിക്കാതെ 2022-23 വർഷവും പഞ്ചായത്ത് അക്കൗണ്ടിൽ സൂക്ഷിച്ചു വെച്ചിരിക്കുകയാണ്. ഇത് ആരൊക്കെ മുഖ്യെന്നുള്ളത് തുടർ നടപടികളിലൂടെ കടന്നു പോകുമ്പോൾ വെളിവാകുന്ന ഒരു കാര്യമാണ്. കാർഷിക മേഖലയിലൂടെ ഉന്നതിക്കായി രൂപീകരിച്ച പദ്ധതി പഞ്ചായത്ത് ഭരണസമിതിയും ഉദ്യോഗസ്ഥരും യഥാസമയം തുടർ നടപടികൾ സ്വീകരിക്കാത്തതിനാൽ നടപ്പിലാക്കാൻ കഴിയാതെ വന്ന സാഹചര്യമാണ് ഉണ്ടായത്. ഉപേക്ഷിക്കുവാനുള്ള കാരണവും കമ്മിറ്റി തീരുമാനവും ഹാജരാക്കുവാൻ ആവശ്യപ്പെട്ടിട്ടും ഇതുവരെ ഒരു മറുപടിയും കിട്ടിയിട്ടില്ല. ജില്ലാ പ്ലാനിംഗ് സമിതി അംഗീകാരവും ഫണ്ടും ലഭ്യമായ ടേക്ക് എ ബ്രേക്ക് പദ്ധതി നടപ്പിലാക്കാതെ 17 ലക്ഷം രൂപ നഷ്ടപ്പെടുന്ന സാഹചര്യവും ഉണ്ടായി. വഞ്ചിയൂർ ജംഗ്ഷന് സമീപം ടേക്ക് എ ബ്രേക്ക് വിശ്രമ കേന്ദ്രം നിർമ്മിക്കുവാൻ ഉദ്ദേശിച്ച പദ്ധതി തുകയും ചെലവഴിക്കാതെ പഞ്ചായത്ത് ഫണ്ടിൽ അവശേഷിക്കുന്നു എന്നുള്ളതും ഒരു വസ്തുതാപരമായ കാര്യമാണ്. ഇപ്പോൾ വന്നിരിക്കുന്ന അവലോകന പ്രകാരം അതിന് നടപടിയെടുക്കുന്നതിനായി ഓഡിറ്റ് വിഭാഗം സർക്കാരിനെ ഉടനെ തന്നെ കൈമാറുന്നതുമായിരിക്കും.